പ്രിയ മുഹിബ്ബീങ്ങളെ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അറിയുന്നവരാണെങ്കിലോ അവർ ആരോടും പറയുന്നുമില്ല. പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അവരെല്ലാവരും ആ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? അബൂജഹൽ. എന്നതുപോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും കൊലപ്പെടുത്തിയതും യസീദ് എന്ന ക്രൂരനാണ്. ആ യസീദിന്റെ കൂട്ടത്തിലുള്ളവർ ചിലർ സംഘടനാ തലപ്പത്തുണ്ടെങ്കിലും അത് യസീദിന്റെ കൂട്ടരുകാർ തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ, അത് ഏത് സംഘടന വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. അതുകൊണ്ടല്ലേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആണ്ട് നടത്തിയാൽ, അഹ്ലുൽ ആബാഇന്റെ മൗലൂദ് നടത്തി കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം നാളെ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ നമുക്കെല്ലാവർക്കും അവിടെ ഇരുന്ന് നോക്കി കാണാം. കാരണം നമ്മളെ കുറെ ഉപദ്രവിച്ചതല്ലേ, മുത്തുനബിയെയും ഫാത്തിമ ബീവിയെയും അലിയിനെയും ഹസനെയും ഹുസൈനെയും നമ്മൾ പുകഴ്ത്തി പറയുന്നതിനാൽ അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുവാൻ വേണ്ടി ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.